പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകർ വളരെ ആവശ്യത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ അതിന് മുതൽക്കൂട്ടാകുന്ന ഒന്നുകൂടിയാണ് പുറത്തുവരുന്ന വാർത്ത. IMDb റേറ്റിംഗിൽ ഈ ചിത്രം മുന്നിലെത്തിയിരിക്കുന്നു എന്നതാണത്. വരാനിരിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർക്ക് കാത്തിരിപ്പുയർത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിൽ അഭിനയിക്കുന്ന താരങ്ങളും സംവിധായകർ ആരൊക്കെയെന്നതും തുടങ്ങി പല കാര്യങ്ങൾ. വൻ ജനപ്രീതി നേടിയ ചിത്രങ്ങളുടെ സീക്വലുകളാണെങ്കിൽ സ്വാഭാവികമായും ഉയരുന്ന കൗതുകവുമുണ്ട്. സിനിമാ പ്രേമികളുടെ സജീവ പങ്കാളിത്തമുള്ള ഓൺലൈൻ ഡാറ്റാബേസായ IMDbയുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന ഈ വർഷത്തെ റിലീസുകളുടെ കൂട്ടത്തിൽ മലയാളികളെ സംബന്ധിച്ച് ഒരു കൗതുകമുണ്ട്. 94 ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്ന് ഒരേയൊരു ചിത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണത്. എന്നാൽ ലിസ്റ്റിൽ ഏറെ മുന്നിലുമാണ് ഈ ചിത്രം. മറ്റൊന്നുമല്ല, ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ് ആ ചിത്രം. 94 ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്ന ഒരേയൊരു ചിത്രവും ഇതാണ്. പട്ടികയിൽ 9ാം സ്ഥാനത്താണ് എമ്പുരാൻ. സൂര്യ ചിത്രം റെട്രോ 12ാം സ്ഥാനത്തും കമലഹാസൻ മണിരത്നം ടീമിൻ്റെ തഗ് ലൈഫ് 13ാം സ്ഥാനത്തും അജിത് കുമാറിൻ്റെ ഗുഡ് ബഡ് ആൻഡ് അഗ്ലി 18ാം സ്ഥാനത്തും സലാർ 2 19ാം സ്ഥാനത്തുമാണ്. ഈ ചിത്രങ്ങളെക്കാളൊക്കെ മുമ്പിലാണ് എമ്പുരാൻ എന്നതും കൗതുകമാണ്. 1ാം സ്ഥാനത്ത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ആണ് ഉള്ളത്. 2ാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറും 3ാം സ്ഥാനത്ത് യഷ് ചിത്രം ടോക്സിക്കുമാണ്. അതേസമയം എമ്പുരാൻ്റെ റിലീസ് മാർച്ച് 27-നാണ്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.